എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ മതിയെന്നായിരുന്നു യാത്രയിലുടനീളം അവൾ പ്രാർത്ഥിച്ചത്. സരസ്വതിയമ്മയ്ക്ക് അന്ന് തിരികെ വീട്ടിലെത്തിയിട്ട് ആകെ ഒരു വിഷമമായിരുന്നു. ദേവൂട്ടിയെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി എന്ന് അവർക്ക് തോന്നി. പലതവണ അവർ മരുമകളെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം അവൾ നന്ദനെയും വിളിച്ചു. കൂടുതലൊന്നും ചോദിക്കാതെ അവൻ ഫോൺ കട്ടാക്കുകയും ചെയ്തു. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ദേവു തിരിച്ച് വീട്ടിലെത്തിയത്. എൻ്റെ ദേവൂട്ടി, ഇനി ഇങ്ങനെ ഒരിടത്തും പോകണ്ട കേട്ടോ. അമ്മയ്ക്ക് ആകെ വിഷമമായിരുന്നു നീ ഇല്ലാത്തതുകൊണ്ട്. അവളെ കണ്ട മാത്രയിൽ സരസ്വതിയമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. നന്ദേട്ടനും അച്ഛനും എവിടെ അമ്മേ? അവൾ ചോദിച്ചു. നന്ദൻ ഹോസ്പിറ്റലിലാണ്. ഇന്ന് സർജറി ഡേ ആണ് മോളെ. അച്ഛനവിടെ തൊടിയിലെങ്ങാനും കാണും, അവർ പറഞ്ഞു. മോളെ, ലച്ചു എന്തു പറയുന്നു? അവൾക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? സരസ്വതിയമ്മ ദേവൂട്ടിക്ക് ചായ എടുത്തുകൊണ്ട് ചോദിച്ചു. ദേവു മുറിയിൽ ചെന്നപ്പോൾ ഒരു യുദ്ധം നടന്നതുപോലെയാണ് അവിടം കിടന്നത്. റൂമെല്ലാം ക്ലീൻ ചെയ്ത ശേഷം അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ നന്ദന്റെ കാറിന്റെ ഇരമ്പൽ കേട്ടു. അവൾ ഇറങ്ങി ഓടി. ഓടുന്നതിനിടയിൽ അവളുടെ നെറ്റി വാതിൽപ്പടിയിൽ തട്ടി. എന്താ ദേവൂട്ടി ഇത്? അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ഇതെല്ലാം വീക്ഷിച്ചു നിന്ന സരസ്വതിയമ്മ പറഞ്ഞു. ഇത്രയും ദിവസം എങ്ങനെ നന്ദനെ പിരിഞ്ഞിരുന്നുവെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. ഇനി ഒരിക്കലും നന്ദേട്ടനെ കൂടാതെ എങ്ങോട്ടും പോകില്ലെന്നും അവൾ തീരുമാനിച്ചുറപ്പിച്ചു. നന്ദൻ കയറി വന്നപ്പോൾ ദേവു നെറ്റിയും തിരുമ്മി നിൽക്കുന്നതാണ് കണ്ടത്. അമ്മേ, ഊണെടുക്ക്, വല്ലാണ്ട് വിശന്നുപോയി. എന്തൊരു ചൂടായത് എന്നും പറഞ്ഞ് നന്ദൻ മുറിയിലേക്ക് പോയി. തന്നെ നോക്കി പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നവളെ അവൻ കണ്ടില്ലെന്ന് നടിച്ചു. ദേവുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഇത്രയും ദിവസം പിരിഞ്ഞിരുന്നിട്ട് പോലും നന്ദേട്ടന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് അവൾ ഓർത്തു. മോനെ, നാളെയാണ് തൃക്കളത്തൂർ പൂരം. നീ രാവിലെ മോളെയും കൂട്ടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ദേശദേവതയുടെ ഉത്സവമാണ്. സരസ്വതി മകന് ചോറ് വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു. എനിക്ക് സമയം കിട്ടുമെന്നറിയില്ലമ്മേ, അമ്മ പോയാൽ മതി. നന്ദൻ അമ്മയെ നോക്കി മറുപടി നൽകി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ. നിന്റെ വിവാഹം നടക്കാനായി ഞാൻ എത്ര പ്രാർത്ഥിച്ചതാണെന്നറിയാമോ ദേവിയോട്. നീ പോയേ തീരൂ. ഒരു ദിവസം നിനക്ക് ലീവ് എടുത്തുകൂടെ നന്ദ? അവർ മകനോട് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞതെങ്കിലും അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. രാത്രിയിൽ കിടക്കാൻ നേരം നന്ദൻ എന്തെങ്കിലും ഒന്ന് തന്നോട് സംസാരിക്കുമെന്ന് എങ്കിൽ പോലും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. നെഞ്ചി വിങ്ങി പിടയുവോളം പാവം ദേവു അങ്ങനെ തന്നെ നിന്നു. ഇടയ്ക്ക് നന്ദൻ ഉറക്കത്തിൽ കണ്ണു തുറന്നപ്പോൾ ദേവുവിന്റെ കൈകൾ അവന്റെ ദേഹത്താണ്. അവനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന അവളെ നന്ദൻ അരണ്ട വെളിച്ചത്തിൽ അരുമയോടെ നോക്കി. അവളുടെ വലം കൈ എടുത്തു മാറ്റുവാൻ തുടങ്ങിയതും അവന്റെ വയറിൽ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ നന്ദന്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നു. എന്നിട്ട് വലതുകാലും കൂടി എടുത്ത് അവന്റെ ദേഹത്തേക്ക് വെച്ചു. രാവിലെ ഉറക്കം തെളിഞ്ഞപ്പോൾ ദേവു നന്ദനോട് ഒട്ടിക്കിടക്കുകയാണ്, അതും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഈശ്വരാ, എൻ്റെ കാല്! പിറുപിറുത്തുകൊണ്ട് അവൾ വേഗം എഴുന്നേറ്റു. ആദ്യമായിട്ടാണ് താൻ ഇങ്ങനെ 3-4 ദിവസം അമ്മയെ കെട്ടിപ്പിടിച്ചാണ് താൻ കിടന്നത്. ഛേ, കഷ്ടമായിപ്പോയി. നന്ദേട്ടൻ അറിഞ്ഞു ആവോ? എത്തി വലിഞ്ഞു നോക്കിയപ്പോൾ ഏട്ടൻ സുഖസുക്ഷുപ്തിയിലാണ്. വേഗം തന്നെ അവൾ മുറി വിട്ടിറങ്ങി. കാലത്തെ ദേവ് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. സരസ്വതിയുടെ നിർദ്ദേശപ്രകാരം അമ്മ മുറിയിലേക്ക് കയറിപ്പോയതാണ്. നന്ദേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾക്ക് അവ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അല്പം ഉച്ചത്തിലാണ് സംസാരം പോലും. മുറിയിൽ നിന്നും ഇറങ്ങി വന്ന സരസ്വതി ദേവൂട്ടിയെ ദേഷ്യത്തോടെ നോക്കി. മതി നീ അണിഞ്ഞൊരുങ്ങി നിന്നത്. പോയി എല്ലാം മാറിക്കോ. അവന് സമയമില്ലെന്ന് അമ്പലത്തിൽ പോകാൻ. അല്ലെങ്കിൽ നീ ഇല്ലാതെ അവൻ പൊക്കോളാമെന്നാ പറയുന്നത്. അവർ കസേലയിൽ ഇരുന്നുകൊണ്ട് പിറുപിറുത്തു. ദേവു അവരുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ നന്ദൻ കട്ടിലിരിക്കുകയാണ്. നന്ദേട്ടൻ അമ്പലത്തിൽ പൊക്കോളൂ, അമ്മയെ സങ്കടപ്പെടുത്തണ്ട. ഞാൻ ഉച്ചയ്ക്ക് കാവടിയും ഘോഷയാത്രയും വരുമ്പോൾ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേവു ഉടുത്തിരുന്ന വേഷം മാറുവാനായി പോയി. അമ്മേ, ഞാൻ അമ്പലത്തിൽ കയറിക്കോളാം. ഇനി അതിൻ്റെ വലിയൊരു പ്രശ്നം വേണ്ട. നന്ദേട്ടൻ പറയുന്നത് ദേവു കേട്ടുകൊണ്ട് താഴേക്കിറങ്ങി വന്നു. അവൾ വരുന്നത് കണ്ടപ്പോൾ നന്ദൻ മുഖമുയർത്തി നോക്കി. ഒരു വേള ഇരുമിഴികളും കോർത്തു. അവളുടെ നനവാർന്ന മിഴികൾ സങ്കടം നിഴലിച്ച് നിൽക്കുകയാണ്. എങ്കിൽ പോലും അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി. നന്ദ, നീ ഇവളെ അവഹേളിക്കുന്നതിനും ചീത്ത വിളിക്കുന്നതിനുമൊക്കെ ഒരു ദിവസം നീ വിഷമിക്കും മോനെ. ഇത് പറയുന്നത് മറ്റാരുമല്ല, നിന്റെ അമ്മയാ. എല്ലാവർക്കും വേണ്ടി ബലിയാടായി എൻ്റെ കുഞ്ഞ്, സരസ്വതിയമ്മ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു.
അതൊന്നും ഗൗനിക്കാതെ കൊണ്ട് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. ഉച്ചയായപ്പോൾ പാവം ദേവു വീണ്ടും ഒരുങ്ങി. അമ്മേ വരുന്നോ? നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരാം. ദേവു അമ്മയെ വിളിച്ചെങ്കിലും അവർ തലവേദനയായിട്ട് കിടക്കുകയായിരുന്നു. മോളെ, അമ്മയ്ക്ക് വല്ലാതെ തലവേദനിക്കുന്നു. നിനക്ക് ഞാൻ ഓട്ടോ വരുത്തി തരാം. അതിൽ പോയിട്ട് വാ. മടങ്ങാൻ നേരത്ത് അമ്പലത്തിലെ കിഴക്കേ നടയുടെ മുന്നിൽ നിന്നും ഏതെങ്കിലും ഓട്ടോയിൽ മടങ്ങിപ്പോരുകയും ചെയ്യാം. അവർ ദേവൂട്ടിയോടായി പറഞ്ഞു. ഷോ, അച്ഛനും ഇല്ലാതെ പോയല്ലോ. ഇനി ഞാൻ പോണോ അമ്മേ? അതൊന്നും സാരില്ല, എൻ്റെ കുട്ടി പോയി വരൂ. അവൾ മനസ്സില്ലാ മനസ്സോടെ അമ്പലത്തിൽ പോകാനായി ഇറങ്ങി. ഒന്നും പേടിക്കാനില്ല ദേവു, നമ്മൾ എത്ര വട്ടം പോയിരിക്കുന്നു ഇവിടെ. അതും നമ്മുടെ നാടല്ലേ മോളെ. സരസ്വതി അമ്മ അവൾക്ക് ധൈര്യം പകർന്നു. ദേവു ഓട്ടോയിൽ കയറിപ്പോയപ്പോൾ സരസ്വതി അമ്മയ്ക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നി. താനും കൂടി പോകേണ്ടതായിരുന്നു. പാവം, അവളെ തനിച്ചു വിടണ്ടായിരുന്നു. പേടിയാകുവോ തലവേദനയായതിനാൽ അവർ വീണ്ടും കിടന്നു. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് സരസ്വതി വാതിൽ തുറക്കാനായി പോയത്. ഓ, ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. ദേവു ഇത്ര വേഗം എത്തിയോ? വാതിൽ തുറന്നപ്പോൾ ഗുപ്തൻ നായരായിരുന്നു. ദേവുട്ടി എവിടെ? അമ്പലത്തിൽ പോയിട്ട് കണ്ടില്ലല്ലോ. സരസ്വതി ഭർത്താവിനെ നോക്കി. ശിവ ശിവ, ദേവുട്ടി അമ്പലത്തിൽ പോയിരുന്നോ? ഈശ്വര, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമാവോ? അയാൾ തലയിൽ കൈവച്ചു. എന്താ എന്താ ഏട്ടാ, എന്താ പറ്റിയത്? സരസ്വതി അയാളുടെ ഇരുകൈയിലും പിടിച്ചു ചോദിച്ചു. അമ്പലത്തിൽ നിന്നും ആളെയും കയറ്റി വന്ന കിഴക്കേടത്ത് ബസ് ഒരു മിനി ലോറിയുമായി ഇടിച്ചു. കുറേ ആളുകൾക്ക് പരിക്ക് പറ്റി. ആരൊക്കെയോ മരിച്ചു എന്നാ പറഞ്ഞത്. ഈശ്വര, ദേവു എവിടെയാണോ ആവോ? ഗുപ്തൻ നായർ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? സരസ്വതി വേഗം ഫോണെടുത്ത് മകനെ വിളിച്ചു. അമ്മേ, ഇത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല, അവളിങ്ങ് പോന്നോളും. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നന്ദൻ കോള് കട്ട് ചെയ്തു. ഗുപ്തൻ നായർ ആരെയൊക്കെയോ ഫോൺ വിളിച്ചിട്ട് സരസ്വതിയുമായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി. അമ്പലത്തിൽ ചെന്നപ്പോൾ ദേവുവിനെ അവിടെ എങ്ങും കണ്ടെത്താനായില്ല. പരിക്കേറ്റവരെയെല്ലാം താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയതെന്ന് ആണ് അവർക്കറിയാൻ കഴിഞ്ഞത്. ഇരുവരും കൂടി അവിടേക്ക് പാഞ്ഞു. സാറിൻ്റെ അമ്മയും അച്ഛനും തിയേറ്ററിൻ്റെ വാതിൽക്കലിരിക്കുന്നത് കണ്ടു. എന്തു പറ്റി സാറേ? ആരെങ്കിലും വേട്ടപ്പെട്ടിട്ടുണ്ടോ? മഞ്ജു സിസ്റ്റർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെയാണ് നന്ദൻ വേഗം അവിടേക്ക് ചെന്നത്. ഈശ്വര, എൻ്റെ ദേവു. അവൻ തിയേറ്ററിലേക്ക് പാഞ്ഞു. നിറമിഴികളോടെ ഇരിക്കുന്ന സരസ്വതി ഓടി വരുന്ന മകനെ കണ്ടുകൊണ്ട് പാഞ്ഞു ചെന്നു. എടാ, നീ എങ്ങോട്ടാണ് ഓടുന്നത്? നിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോന്ന് എടാ പറയടാ. അവർ മകന്റെ ഇരു ചുമലിലും പിടിച്ചുലച്ചു. സരസ്വതി, മിണ്ടാതിരിക്കെ, ആരെങ്കിലും കേൾക്കും. ഗുപ്തൻ നായർ ഭാര്യയോട് പറഞ്ഞു. അമ്മയുടെ കൈ വെടിവെച്ചുകൊണ്ട് നന്ദൻ തിയേറ്ററിലേക്ക് കയറി. ഡോക്ടർ മിഥുനും ഡോക്ടർ ശിവയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ഓ നന്ദൻ, കമോൺ, സിറ്റ് ഹിയർ. ഡോക്ടർ ശിവ വിളിച്ചെങ്കിലും നന്ദൻ അത് കേട്ടില്ല. ദേവുട്ടി, ദേവു, നിനക്ക് എന്താ പറ്റിയ മോളെ? ദേവു, കണ്ണു തുറക്ക്. നന്ദൻ പലതവണ വിളിച്ചെങ്കിലും അവൾ അബോധാവസ്ഥയിലായതിനാൽ നന്ദന്റെ വിളി കേട്ടില്ല. സർജറി കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്നു ദേവിക അപ്പോൾ. നന്ദനാണെങ്കിൽ സിസ്റ്റർ മീര ഇട്ടുകൊടുത്ത കസേരയിൽ ഇരിക്കുകയാണ്. ഇരു കൈകളും നെറ്റിയുടെ ഇരുവശങ്ങളിലും ഊന്നി. ഇടയ്ക്കെല്ലാം അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂകുന്നുണ്ട്. ഡോക്ടർ നന്ദൻ പുറത്താണെങ്കിൽ തൻ്റെ അമ്മയും അച്ഛനും ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. ദയവ് ചെയ്ത് അവരുടെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയൂ പ്ലീസ്. പ്രായമായ ആളുകളല്ലേടാ. നന്ദൻ്റെ അരികിലെത്തിയ ഡോക്ടർ മിഥുൻ പറഞ്ഞു. അപ്പോഴേക്കും മിഥുൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വിങ്ങിപ്പൊട്ടി. നീ ഇങ്ങനെ വിഷമിക്കുവാൻ ഒന്നും പറ്റിയില്ലല്ലോടാ ദേവികയ്ക്ക്. ആൾ ഓക്കെയാണ്, ഇപ്പോൾ സെഡേഷനിലാണെന്ന് മാത്രം. എന്താ നന്ദൻ ഇങ്ങനെയൊക്കെ? തനിക്ക് എല്ലാ കാര്യവും അറിയാവുന്നതല്ലേ? എടാ, എന്നാലും അവള് വലത് കൈക്ക് ഒടിവ് മാത്രമല്ലേ സംഭവിച്ചത്? വേറെ ചെറിയ പരിക്കുകളേ ഉള്ളൂ. അയാൾ വീണ്ടും ആശ്വസിപ്പിച്ചു. എത്ര സമയം ആ ഇരിപ്പിരുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. ചെറിയ ഒരു ഞരക്കം കേട്ടപ്പോൾ അവൻ നോക്കി. ദേവുട്ടി, കരയുവാ? വേദനിക്കുന്നുണ്ടോടാ? നന്ദൻ അവളുടെ അടുത്തേക്ക് വന്ന് കുനിഞ്ഞു നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഒന്നും പറയാതെ ദേവു അങ്ങനെ കിടക്കുകയാണ്. ദേവു, വേദനയുണ്ടോടാ? ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു. കവിളിലൂടെ ഒലിച്ചിറങ്ങുകയാണ് കണ്ണീര്. വയ്യ നന്ദേട്ടാ, എനിക്ക് തീരെ വയ്യ. എല്ലൊക്കെ നുറുങ്ങുന്ന പോലെ, സഹിക്കാൻ പോലും പറ്റുന്നില്ല, അവൾ അവ്യക്തമായി പറഞ്ഞു. സാരമില്ല, മാറിക്കോളും, ടാബ്ലറ്റ് തരാം, അപ്പോൾ കുറയും. അവൻ പറഞ്ഞതും ദേവു മെല്ലെ തല ചലിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനില്ലേ കൂടെ, വിഷമിക്കണ്ടെന്നേ.
അവൻ പറഞ്ഞു. അസഹനീയമായ വേദനയിലും ഞാനില്ലേ കൂടെ എന്ന നന്ദൻ്റെ വാചകമാണ് ആ പാവത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷവും ആശ്വാസവുമായത്. സരസ്വതി അമ്മയും ഗുപ്തൻ നായരും കൂടി അപ്പോൾ അകത്തേക്ക് വന്നു. ദേവൂട്ടിയെ കണ്ട മാത്രയിൽ അമ്മ കരയുവാൻ തുടങ്ങി. അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ സരസ്വതി അമ്മയെ നോക്കി സാവധാനം പറഞ്ഞു. ആ, അമ്മയും അച്ഛനും ഇപ്പം മോളെ കണ്ടില്ലേ? മോൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇനി റൂമിൽ ചെന്ന് വിശ്രമിക്കുക കേട്ടോ. പേഷ്യൻറ്റിന് റെസ്റ്റ് വേണം. ഡോക്ടർ മിഥുൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു. നന്ദ, നീ കൂടെ ചെല്ലിവരുടെ കൂടെ, എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. ഡോക്ടർ മിഥുൻ നന്ദൻ്റെ കയ്യിൽ പിടിച്ചു. ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട. ശരീരം ഇളകിയ വേദന കൂടും. ഞാൻ ഇവർക്ക് റൂം കാണിച്ചിട്ട് വേഗം വരാം. ദേവു ആണെങ്കിൽ എന്തൊക്കെയോ സരസ്വതി അമ്മയോട് പറയാൻ ശ്രമിച്ചത് കണ്ട നന്ദൻ പെട്ടെന്ന് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മേ, വരൂ, നമുക്ക് റൂമിൽ പോവാം. ദേവു ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ ശരിയാവില്ല. നന്ദൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു. ആ സമയത്ത് സരസ്വതിയമ്മ നോക്കിയ നോട്ടത്തിൽ നന്ദൻ പതറിപ്പോയി. മോളെ, അമ്മ ഇപ്പോൾ വരാം. എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ട കേട്ടോ. ദേവൂട്ടിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും മകൻ്റെ പിന്നാലെ പോയി. എന്താടാ നിനക്ക് പെട്ടെന്നൊരു സ്നേഹം എൻ്റെ കുഞ്ഞിനോട്? ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ നീ. ഇനിയും നീ അഭിനയിക്കുകയാണേ അല്ലേ നിന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ? വിശ്വസിക്കില്ലടാ, ഞങ്ങൾ ആരും നിന്നെ വിശ്വസിക്കില്ല. മുറിയിലെത്തിയ സരസ്വതി അമ്മ മകനോട് പൊട്ടിത്തെറിച്ചു. നീ ഒരുത്തം കാരണമാണ് എൻ്റെ ദേവൂട്ടിക്ക് ഈ ഗതി വന്നത്. ഞാൻ നിന്നോട് കെഞ്ചി പറഞ്ഞതാണ് അവളെ കൂടി ഒന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ നീ അത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ദേവൂട്ടി ആ മുറിയിൽ ഈ അവസ്ഥയിൽ കിടക്കില്ലായിരുന്നു. എൻ്റെ പൊന്നുമോൾക്ക് ഈ നരകക്കുരുക്ക് കുരുക്കാൻ ഞാനും ഒരു കാരണക്കാരിയാണ്. അതുകൊണ്ട് ഇനി ഈ താലിമാല അവൾക്ക് വേണ്ട. പറഞ്ഞുകൊണ്ട് അവർ ചെന്ന് നന്ദൻ അണിയിച്ച താലി ചവറ്റുകുട്ടിയിലേക്ക് എറിഞ്ഞു. അമ്മേ! നന്ദൻ അലറി വിളിച്ചുപോയി. ഈ നീയുമായിട്ട് എൻ്റെ മോൾക്ക് യാതൊരു ബന്ധവുമില്ല. നിർത്തി, എല്ലാം നിർത്തി. ഇന്നത്തോടെ അവളിനി നിന്റെ ആരുമല്ലടാ. ഈ താലിയുടെ പേര് പറഞ്ഞു പോലും നീ വന്നേക്കരുത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. സരസ്വതിയമ്മ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി എണ്ണി പറയുകയാണ്. നിന്റെ മുൻപിൽ തല കുനിച്ചു തന്നു എന്ന തെറ്റാണ് ആകെ അവളുടെ ജീവിതത്തിൽ ചെയ്തത്. അതിനുവേണ്ടി ഒരായുഷ്കാലം മുഴുവൻ അനുഭവിക്കാനുള്ളത് നീ അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നിനക്ക് തട്ടിക്കളിക്കാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ തരില്ലടാ. ആരെങ്കിലും കേൾക്ക് സരസ്വതി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഗുപ്തൻ നായർ ഭാര്യയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേൾക്കട്ടെ ഏട്ടാ, എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളുടെ മകൻ നന്ദകിഷോർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവനൊരു ഉറുമ്പിനെ പോലും നോവിക്കില്ലായിരുന്നു. ഓർമ്മയുണ്ടോ ഇവൻ്റെ ബാല്യം നിങ്ങൾക്ക്? എല്ലാവരോടും ബഹുമാനവും ആദരവും ഉണ്ടായിരുന്ന ഏറ്റവും പഠനത്തിലും മിടുക്കനായ നന്ദനോട് കൂട്ടുകൂടാൻ മത്സരമായിരുന്നു കൂട്ടുകാർക്ക്. വളർന്നു വലുതായപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിപ്പിച്ച അധ്യാപകർ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്ദൻ്റെ അമ്മയായതിൽ അഭിമാനിക്കുമെന്ന്. പക്ഷേ നീ നിന്റെ വിവാഹത്തോടെ മാറിപ്പോയി മോനെ. ചേട്ടത്തി ചെയ്ത തെറ്റിന് അനുജിത്തിയെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിനക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ അത് നീ അവളോട് തീർക്കണം, അല്ലാതെ ഒന്നും അറിയാത്ത ആ പാവത്തിനോടല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും വേദനിപ്പിച്ചാലും തല കുനിച്ച് നിൽക്കാനല്ലാതെ അവൾക്കൊന്നും അറിയില്ല. എന്തായാലും എല്ലാത്തിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. സരസ്വതി അമ്മ തീർപ്പ് കൽപ്പിച്ചതുപോലെ അവരെ രണ്ടാളെയും നോക്കി. മാധവ വാര്യർ വരൂ ഇങ്ങോട്ട്. അവരുടെ കൂടെ ദേവൂട്ടിയെ ഞാൻ അയക്കും. ഇനി ഇങ്ങോട്ട് തിരിച്ചൊരു മടങ്ങി വരവില്ല. ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അയാളുടെ കാലിൽ വീട് മാപ്പ് പറയും. മകനെ നോക്കി അവർ പറഞ്ഞു. നന്ദൻ ഒന്നും പറയാതെ കൊണ്ട് അമ്മ വലിച്ചെറിഞ്ഞ താലിമാല ആ ചവറ്റുകുട്ടയിൽ നിന്നും എടുത്തു. എന്നിട്ട് അത് പോക്കറ്റിലിട്ടുകൊണ്ട് തൻ്റെ ഒപ്പിയിലേക്ക് പോയിരുന്നു. ശീതീകരിച്ച മുറിയിലിരുന്ന് നന്ദൻ വിയർത്തൊഴുകി. ഒപ്പം അവൻ്റെ മിഴികളും. അമ്മ പറഞ്ഞതെല്ലാം സത്യമാണ്. ദേവുവിനോട് താൻ ഒരുപാട് അകൽച്ച കാണിച്ചു. ആ മനസ്സ് ഒരുപാട് വിഷമിപ്പിച്ചു. എല്ലാത്തിനും ഉത്തരവാദി താനാണ്, താൻ മാത്രം. അത് അവൾ ഹരിസാറിൻ്റെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് കരുതി മാത്രമായിരുന്നു. സത്യമാണ്, പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് താൻ അവളെ വിവാഹം കഴിച്ചത്. പക്ഷേ കതിർ മണ്ഡപത്തിൽ തന്നോട് ചേർന്നിരുന്ന ആ പാവത്തിനെ ഓർത്തപ്പോൾ, അഗ്നിസാക്ഷിയായി വലം വെച്ചപ്പോൾ തൻ്റെ കൈക്കുള്ളിലിരുന്ന് വിറച്ച അവളുടെ വിരലുകൾ, അടുത്തുള്ള കൃഷ്ണൻകോവിലിൽ തൊഴുതു നിന്നപ്പോൾ ദേവുവിനെ സെറ്റുമുണ്ടുടുക്കുവാൻ വേണ്ടി ആരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി.
ആ നേരത്തായിരുന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നത്. ആരാണെന്ന് മനസ്സിലായില്ല. പരിചയപ്പെടുത്തിയപ്പോൾ ഹരിസാർ. ദേവുവിനെ ഇഷ്ടമാണെന്നും അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെ എന്നും പറഞ്ഞപ്പോൾ ഞെട്ടി വിറങ്ങലിച്ചു പോയി. അവളെ എനിക്ക് വേണം. പ്ലീസ് നന്ദൻ, ഞാൻ തൻ്റെ കാല് പിടിക്കാം. കാലിൽ വീഴാൻ പോയ അയാളെ പിടിച്ചു മാറ്റിയ ശേഷം അവിടെ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് കയറിപ്പോന്നപ്പോൾ എല്ലാം വാരിച്ചാമ്പലാക്കാനുള്ള മനസ്സായിരുന്നു. പക്ഷേ അമ്മയും അച്ഛനും എന്തൊക്കെ പറഞ്ഞു തന്നെ കുറ്റപ്പെടുത്തിയാലും ശരി, ഹരിസാറിനെ ഇഷ്ടമായിരുന്നാലും ഒക്കെ ദേവിക എപ്പോഴൊക്കെയോ തൻ്റെ പ്രാണനായി മാറുകയായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും അവൾ തൻ്റെ മനസ്സിൽ നിറയുകയാണ്.